ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ മുക്കാ ഭാഗം പണി തീർന്ന ഒരു ആംബിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മളെ റെജി സാറിന് വേണ്ടി ചെയ്തതാണ്. റെജി ഫിലിപ്പ്, പുള്ളി ഒരു പ്രൊഫസറാണ്, അതിലുപരി നല്ലൊരു മനുഷ്യനും കൂടെ ആണ്. കാര്യം പുള്ളിയുടെ അടുത്ത് ഒരു പ്രാവശ്യങ്ങളിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പുള്ളി എങ്ങനെയാണെന്നുള്ളത്. ഒരുപാട് അറിവുള്ളൊരു മനുഷ്യനും കൂടെയാണ്. അപ്പോൾ റെജി സാറിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് ഇത് ചെയ്തേക്കുന്നത് ഇത് ആമ്പിൻ്റെ പ്ലേറ്റാണ്, അടിയിൽ വരുന്ന പ്ലേറ്റാണ്. ആ പ്ലേറ്റിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഇളക്കിയിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ ആമ്പിൻ്റെ ക്യാബിനറ്റിലോട്ട് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം വർക്ക് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ക്യാബിനിൽ കയറ്റാനായിട്ടുണ്ട്, അത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇതാണ് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലുള്ള പവർ സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4700 UF 63 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ, സാംവയുടെ 4 കപ്പാസിറ്ററാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇത് സബ് വൂഫറിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സപ്ലൈ വരുന്നത്, സബ് വൂഫറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സപ്ലൈ എന്ന് പറയുമ്പോൾ സബ് വൂഫറിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ചാനലിന് വേണ്ടി പ്രത്യേക പവർ സപ്ലൈ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇത് ഒരു ടൊറോഡൽ ട്രാൻസ്ഫോമറാണ്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 27/027 11 ആംപിയറും 25/025 7 ആംപിയറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഡിടെക്കിൻ്റെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ആ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു ഡിലേ സർക്യൂട്ട് NE555ൻ്റെ സർക്യൂട്ട് ചെയ്തിട്ടുള്ളൊരു ഡിലേ സർക്യൂട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ ഒന്ന് ഓണാക്കി നിർത്താനും പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഇവിടെ ഒരു 2 പവർ സപ്ലൈ, അത്യാവശ്യം കൊള്ളാമെന്നുള്ള പവർ സപ്ലൈയാണ്. ERDയുടെ പവർ സപ്ലൈ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, 2 യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഈ കാണുന്ന ഡിലേ സർക്യൂട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിടെക്കിൻ്റെ തന്നെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സബ് വൂഫറിൻ്റെ ആമ്പ് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിടെക്കിൻ്റെ തന്നെ ഒരു 200 വാട്ടിനകത്ത് കിട്ടുന്ന ഒരു ബോർഡും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് അഡീഷണലി ഇത് റെജി സാറിൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ്, റെജി സാറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആംപ്ലിഫയറും ഇപ്പോൾ നമുക്ക് 3 ആമ്പാണ് ഇതിനകത്ത് വരുന്നത്, ഇതൊന്ന്. അപ്പോൾ 3 ആംപ്ലിഫയറുകൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഔട്ട്പുട്ടുകൾ ഈ കപ്പാസിറ്റർ കപ്പിൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ഒരു DC വന്നു കഴിഞ്ഞാൽ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ചെറിയൊരു രീതിയിലുള്ള DC എങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ കോയിലിനെ അത് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡിലേ ആയിട്ടാണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അല്ല നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്, ഡിലേ എന്നുള്ളൊരു ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കാര്യം ഇതുപോലത്തെ ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഒരു ചെറിയൊരു ഒരു പോപ്പപ്പ് നോയ്സ് വരുന്നു പോപ്പപ്പ് സൗണ്ട് വരുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ക്വാളിറ്റിക്ക് യാതൊരു വ്യത്യാസവും വരത്തില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കപ്പാസിറ്റർ കപ്പിൾഡ് ആയിട്ട് ഔട്ട്പുട്ടിൽ കപ്പാസിറ്റർ കപ്പിൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഓഡിയോ വ്യത്യാസങ്ങളും നമുക്ക് വരത്തില്ല എന്നുള്ളതാണ്. ഇത് പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞതാണ്. റെജി സാറ്, ജോഷി സാറ്, മധുചേട്ടൻ, അതുപോലെയുള്ള എല്ലാ ആൾക്കാരും, മധു വിശ്വംഭരൻ ചേട്ടനല്ല, മധു കണ്ണൻ, ടെക്നിക്കലി നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് ഇവർ. അപ്പോൾ അവരെല്ലാം ടെക്നിക്കലി ചെയ്തിട്ട് തന്നൊരു നിർദ്ദേശപ്രകാരം ആണ് നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ കപ്പിൾഡായിട്ടുള്ളൊരു ഔട്ട്പുട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത് പോകുന്ന വെച്ചാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബ്രെയിൻസിൻ്റെ മോഡ്യൂളാണ്, സ്റ്റീരിയോ റിമോട്ട് കിറ്റാണ്. ഇതിനകത്ത് ബ്ലൂടൂത്ത് വരുന്നില്ല. ആ ബ്ലൂടൂത്തിന് പകരം നമ്മൾ ഒരു പ്രീ ആമ്പ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രീ ആമ്പിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ ഇത് ഈ കാണുന്ന ഇൻപുട്ട് വയേഴ്സാണ്. ഈ ഒരു ഇൻപുട്ട് വയേഴ്സ് വഴി നമ്മൾ അകത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആമ്പിൻ്റെ പാനൽ ഒരു മുകളിലത്തെ ഫ്രെയിം ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. ഇനി ഈ ചെയ്ത വർക്കിന് ഈ ഫ്രെയിമിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തിട്ട് അലൻകി സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നല്ല കോസ്റ്റ് വരുന്നുണ്ട്. കാര്യം അലൻകി സ്ക്രൂസിന് മാത്രം തന്നെ 400 രൂപയ്ക്കകത്ത് നമുക്ക് വരുന്നുണ്ട്. 300 രൂപയ്ക്കകത്ത് വരുന്നുണ്ട് സ്ക്രൂ മാത്രം.
പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് പാനൽ. സ്റ്റീലിലാണ് ഈ ഒരു ഫ്രണ്ട് പാനൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ലേസർ എൻഗ്രേവിംഗ് ആണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ ഇത് ചെയ്യുന്നത് റജി സാറിൻ്റെ ഫ്രണ്ടായ ബിജു സാറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിജു സാറിന് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു എഴുത്തും തന്നെ വേണ്ട എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രകാരം നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ വേറെ പേരുകളൊന്നും എഴുതിയിട്ടില്ല. അവിടെ BNB എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു സാറ് നിർദ്ദേശിച്ച ഒരു പേര് തന്നെയാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് വർക്കുകൾ തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊരു ഫാന്, കൂളിംഗ് ഫാൻ. ഇവിടെ ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. അതിനൊരു സ്പീഡ് കൺട്രോളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോയ്സ് ഇല്ലാത്ത രീതിയിൽ കറങ്ങുന്നതിന് വേണ്ടി, എന്നാൽ എയർ ഫ്ലോ കിട്ടുകയും വേണം. ആ ഒരു രീതിയിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വയറിംഗ് എല്ലാം പോയിരിക്കുന്നത് ഈ സൈഡിൽ കൂടെയാണ്. കൂടെയാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വയറിങ്ങും നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ പവർ സപ്ലൈയുടെ അടിയിൽ കൂടെയൊക്കെ വയർ പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു വർക്ക് ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2.1 ആണ്. എനിക്ക് പ്രത്യേകിച്ച് 2.1 ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാര്യം സബ് വൂഫർ ഞാനങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. കാര്യം സ്റ്റീരിയോ പാട്ട് കേട്ട് കുറച്ച് ഇതായപ്പോൾ പിന്നെ എനിക്ക് സ്റ്റീരിയോ എടുത്തായി കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റീരിയോ സബ് വൂഫർ യൂസ് ചെയ്യാത്തത്. അപ്പോൾ റജി സാറിന് സബ് വൂഫറും കൂടെ ആഡ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഒരു ഡിടെക്കിൻ്റെ ആമ്പ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്തൊരു ആമ്പ് തന്നെയാണ് അത്. പിന്നെ ഇത് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫിൽറ്ററാണ് ഇതിനകത്ത് വരുന്നത്. വിത്ത് പവർ സപ്ലൈൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വർക്കുണ്ട്. ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു 80 വാട്ട്സൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. ഇതൊരു 200 വാട്ടിനകത്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ടോട്ടലി ഒരു ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്തുള്ളത്. കാര്യം ഞാൻ ഇത് റജി സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ഒരു രീതി കൊണ്ടുവന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിയിലത്തെ ആ ഒരു ഭാഗം നമ്മൾ സെപ്പറേറ്റ് ലെയറായിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും അടിയിലത്തെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓപ്പണായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് വയറിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് നെരിങ്ങാതെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ആ ഫ്രെയിമിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് നെറ്റ് ചെയ്ത് മുകളിൽ നിന്ന് ഒരു അടപ്പ് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് തീർന്നു. അപ്പോൾ കുറച്ച് വർക്ക് ഇനി ഉണ്ട്, പാനലൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് വീഡിയോ. ബാക്കി വീഡിയോ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.